നിങ്ങളോട് ഒരുമിച്ച് പങ്കുവെക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ ഇന്ന് ഞാൻ തുടങ്ങേണ്ട ഇടത്താണ് ഇന്നത്തെ ബൈബിൾ സ്റ്റഡി ദൈവദാസൻ കൊണ്ടുപോയി നിർത്തിയത്. ഞാൻ വിചാരിച്ചത് എങ്ങനെ പറ്റിയെന്ന് ചിന്തിച്ചു. ദൈവത്തിന് അബദ്ധം പറ്റത്തില്ലല്ലോ അല്ലേ? പരിശുദ്ധാത്മാവിന് അബദ്ധം പറ്റുകയില്ല. ഇന്ന് പകൽക്കാലം നമ്മൾ അറിയേണ്ടതും നമ്മൾ കേൾക്കേണ്ടതും നമ്മെ കേൾപ്പിക്കുവാൻ ദൈവം നമ്മുടെ പക്കൽ തന്നിട്ടുണ്ട്. നമ്മൾ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ആയിരിക്കാൻ കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കും. സങ്കീർത്തന പുസ്തകം നമുക്കെടുക്കാം. സാംസ് 40 വേഴ്സ് 3. സാംസ് നമ്പർ 40 വേഴ്സ് 3. 40-ാമത്തെ വാക്യം. അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. ഹീ പുട്ട് എ ന്യൂ സോങ് ഇൻ മൈ മൗത്ത്. അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നത് എന്താണ്? അത് നമ്മുടെ ദൈവത്തിന് പലരും അത് കണ്ട് ഭയപ്പെട്ട് എന്ത് ചെയ്യും? യഹോവയിൽ ആശ്രയിക്കും. സ്തോത്രം. ഈ വേദപുസ്തകത്തിൽ പുതിയ പാട്ട്, ന്യൂ സോങ് എന്നുള്ളത് 7 പ്രാവശ്യം നമുക്കാണ്. അതിൻ്റെ വിശദീകരണത്തിലേക്കൊന്നുള്ള വിഷയം പറയുമ്പോൾ അതിൻ്റെതായ ചെന്ന് തൊട്ടു പോകണമല്ലോ. സങ്കീർത്തനത്തിൽ ആണ് കൂടുതൽ ഭാഗമുള്ളത്. യെശയ്യാവ് 42:10, ബാക്കിയുള്ള 2 വെളിപ്പാട് പുസ്തകത്തിൽ. ഇങ്ങനെ എൻ്റെ വായിൽ പുതിയൊരു പാട്ട്, പുതിയ പാട്ട്, ന്യൂ സോങ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഈ 7 ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ഇവിടെ നമ്മൾ അതിൻ്റെ 1-ാമത്തെ വാക്യമായി, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ട്. 2-ാമത്തെ വാക്യം, നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി, എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി, എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബൈബിൾ സ്റ്റഡിയിൽ ദേവദാസൻ സങ്കീർത്തന പുസ്തകമാണ് എടുക്കുന്നതെന്ന് എനിക്കറിയുവാനിടയായി തീർന്നു. ഞാനും സങ്കീർത്തനം പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. സ്തോത്രം. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ PC എബ്രഹാം പാസ്റ്റർ ഇവിടെ ഇരുന്ന അവസരത്തിൽ സങ്കീർത്തനം തുടർച്ചയായി നമ്മെ പഠിപ്പിച്ച കാലങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം ഇന്നത്തെ ചിന്താവിഷയം, നമ്മുടെ വായിൽ പുതിയൊരു പാട്ട് തന്നു. സ്തോത്രം. ചിലതിൻ്റെ വായിലൊക്കെ ദൈവം ചിലത് കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. ഒന്ന്, ബിലിയാമിൻ്റെ കഴുതയുടെ വായിൽ ബിലിയാമിന് അറിയാവുന്ന ഭാഷ കൊടുത്തു. ഏലിയാവിൻ്റെ കാലത്ത് ഒരു കാക്കയുടെ വായിൽ ഏലിയാവിന് വേണ്ടതായിരിക്കുന്ന അപ്പവും ഇറച്ചിയും കൊടുത്തു. ഹല്ലേലൂയ. കരമടയ്ക്കേണ്ടതിന് നിവൃത്തിയില്ലാതിരുന്ന യേശുവിനും പത്രോസിനും വേണ്ടി മീനിൻ്റെ വായിൽ ചതുർദ്രഹ്മ കൊടുത്തു. സ്തോത്രം. ഹല്ലേലൂയ. സ്തുതിയും മഹത്വവും വർണ്ണിക്കുവാൻ തക്കവണ്ണം മുല കുടിക്കുന്നവരുടെയും ശിശുക്കളുടെയും വായിൽ ഹല്ലേലൂയ പുകഴ്ചയും സ്തുതിയും കൊടുത്തു. സ്തോത്രം. ഇന്ന് പകൽക്കാലം പ്രാരംഭമായി ചിന്തിക്കുന്നത്, അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട്. എല്ലാവരും ഒന്ന് പറഞ്ഞേ. അപ്പോൾ PL മാത്യുവിന് മാത്രം നമ്മുടെ എല്ലാം വായിൽ പുതിയ പാട്ട് തന്നെന്നർത്ഥം അല്ലേ? അല്ലേ? അത് എന്തിനു വേണ്ടിയാ? നമ്മുടെ ദൈവത്തെ സ്തുതിപ്പാനാ അല്ലേ? വേദപുസ്തകത്തിൽ വാക്യമുണ്ട്, സങ്കീർത്തനത്തിൽ തന്നെയാ, മിണ്ടാതിരുന്നത് ഞാൻ യഹോവയെന്ന് അറിഞ്ഞുകൊള്ളുക. അതേ പുസ്തകത്തിൽ മറ്റൊരു ഭാഗത്ത്, നിന്റെ വായ എന്ത് ചെയ്യുക? വിസ്താരത്തിൽ തുറയ്ക്കുക, ഞാൻ അതിനെ എന്ത് ചെയ്യും? നിറയ്ക്കും. സ്തോത്രം. ഇന്ന് പകൽക്കാലം മിണ്ടാതിരുന്നവർക്കും ഇരിക്കുന്നവർക്കും നന്മയുണ്ടാകും, മിണ്ടുന്നവർക്കും നന്മയുണ്ടാകും, മിണ്ടുന്നവർക്കും മിണ്ടാതിരിക്കുന്നതിനേക്കാൾ അധികം നന്മയുണ്ടാകുന്നെങ്കിൽ എന്തിനെ അധികം ലഭിക്കുമെന്ന് നമ്മൾ മുടക്കിക്കളയുന്നത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നന്ദിയോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഞാൻ ആരെയും സ്തുതിക്കാൻ നിർബന്ധിക്കുന്ന ഒരാളല്ലെന്ന് നിങ്ങൾക്കറിയാം. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ സ്തുതിക്കുവാൻ അവസരമുണ്ട്. സ്തുതിക്കാൻ എന്നോടൊരു ചിന്തയാണ്, എനിക്ക് തന്നൊരു ദൂതാണ്, എന്നോടാണ് ആ വാക്ക് ഇടപെട്ടത്, ആ വാക്യം ഇടപെട്ടത് എന്ന് നമുക്ക് തോന്നുമ്പോൾ ആരും പിശക്ക് കാണിക്കേണ്ട. ഇവിടെ ദൈവദാസനോ ബോർഡ് മെമ്പേഴ്സിനോ ഇവിടെ ഇരിക്കുന്ന ആരും സ്തുതിക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഈ സങ്കീർത്തനത്തിൽ സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലം പറയുവാനല്ല ഞാൻ മുതിരുന്നത്. എന്നാൽ
എന്നാൽ ഒന്ന് രണ്ട് കാര്യം, അവൻ എങ്കിലേക്ക് ചാഞ്ഞ് യഹോവയെ കാത്തിരിക്കുന്ന ഒരു ഭക്തന്റെ ജീവിതത്തിൽ അല്ലേ അവിടെ വായിക്കുക, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. പേഷ്യൻലി വെയിറ്റ് ഫോർ ദ ലോർഡ്, ക്ഷമയോടെ ദൈവത്തിന് വേണ്ടി. ഇന്നലെ രാത്രിയിൽ നമ്മൾ കേട്ടല്ലോ ദൈവത്തിന്റെ വചനം, ദൈവദാസൻ സംസാരിച്ചപ്പോൾ പറയുകയുണ്ടായി, എത്ര നാള് ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ വെളിപ്പെടുവോളും, നാം പ്രതീക്ഷിക്കുന്ന നന്മകൾ നമ്മുടെ കരത്തിലെത്തുവോളും, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നമ്മുടെ പാതയ്ക്കൊരു പുതിയ വഴി വെട്ടുന്നത് വരെയും തുറക്കുന്നത് വരെയും, നമ്മുടെ തലമുറയ്ക്ക് ഒരു വഴി തുറക്കുന്നത് വരെയും, ഹല്ലേലൂയ, കീപ് ഓൺ നോക്കിംഗ്, കീപ് ഓൺ പ്രേയിങ്, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക, മുട്ടിക്കൊണ്ടേയിരിക്കുക, until door open, keep on knocking, hallelujah, കൊട്ടല് നിർത്തരുത്, ഹല്ലേലൂയ. ആഴിയിൽ സമുദ്രത്തിൽ ഗലീല കടലിൽ ഓളങ്ങൾ അടിച്ചു കയറിയപ്പോൾ, തിരകൾ തിങ്ങിക്കേറിയപ്പോൾ അവരൊരു കാര്യം ചെയ്തു, തുഴ നിർത്തിയില്ല. ഹല്ലേലൂയ, തുഴ അവര് നിർത്തിയില്ല. നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ വിചാരമില്ലയോ എന്ന് ചോദിക്കുമ്പോഴും അവർ തുഴഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഒരടി പോയില്ലെങ്കിലും പുറകോട്ട് പോകാതെ പടകിനെ അവർ കീപ്പ് ചെയ്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്ന ഞാനും നിങ്ങളും, നമുക്ക് പല പോരായ്മകളുണ്ട്, കുറവുകളുണ്ട്, പരിമിതികളുണ്ട്, ലിമിറ്റേഷൻ ഉണ്ട്. എന്നാൽ പരിമിതികളെയും പരിഹാരം വരുത്തി, പ്രശ്നങ്ങൾക്ക് പരിഹാരം തന്ന് നമ്മെ മുമ്പോട്ട് നയിക്കുന്ന, മുമ്പോട്ട് കുതിച്ചു വിടുവാൻ ആവശ്യമാകുന്ന ഫ്യൂവൽ നിറയ്ക്കുന്ന ഒരു കർത്താവിന്റെ സാന്നിധ്യമാണ് നമ്മെ ഇന്ന് കാലവും അതേ കൃപയിൽ നമ്മെ നിർത്തുന്നത്. സ്തോത്രം. ഇവിടെ പാടിയത ഇംഗ്ലീഷ് പാട്ടുകളും മലയാളം പാട്ടുകളും എല്ലാം ഞാൻ നന്ദിയോടെ ഓർത്ത് എൻ്റെ മെസ്സേജിനോട് ചേർത്ത് കണക്ട് ചെയ്യുകയുണ്ടായി. സ്തോത്രം, ഹല്ലേലൂയ. നമ്മളായിരിക്കും നമ്മുടെ ആരുടെയും മിടുക്കല്ല, ഡോളറിന്റെ പവറല്ല, പ്രൈസ് ദി ലോർഡ്. ഓ, എല്ലാം ഗ്രേസ് ഓഫ് ഗോഡ്. കർത്താവേ, നിന്റെ കൃപയൊന്നു മാത്രമാണ്, അങ്ങയുടെ കൃപയൊന്നു മാത്രമാണ്. സങ്കീർത്തനക്കാരൻ പറയുന്നത്, കുഴഞ്ഞ ചേറ്റിലായിരുന്ന എന്നെ കയറ്റുവാൻ ആരുമുണ്ടായിരുന്നില്ല, എന്നാൽ എന്റെ രക്ഷകനായ യേശു കടന്നു വന്ന് ആ കുഴിയിൽ നിന്ന് കയറ്റി മാത്രമല്ല, അവൻ എന്നെ കഴുകി, അവൻ എന്നെ ശുദ്ധീകരിച്ചു, എന്റെ വായിൽ എനിക്ക് പുതിയ പാട്ട് തന്നു. മാത്രമല്ല, എന്റെ ഗമനത്തെ അവൻ സ്ഥിരമാക്കി, ആ ചെളിയിൽ എന്നെ കയറ്റി, ആ സോളിഡ് റോക്കിൽ എന്നെ നിർത്തിയിരിക്കുകയാണ്, ഉറപ്പുള്ള പാറയിൽ നമ്മെ നിർത്തിയിരിക്കുകയാണ്, നമ്മുടെ ഗമനത്തെ സ്ഥിരമാക്കി. അവൻ നമ്മുടെ വായിൽ പുതിയൊരു പാട്ട് തന്നു. സ്തോത്രം, ഹല്ലേലൂയ. അത് നമ്മൾ വായിച്ചു. വായിൽ പുതിയൊരു പാട്ട് തന്നു നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. സ്തോത്രം, ഹല്ലേലൂയ. ആ സങ്കീർത്തനത്തിൽ ഒരു പാപിയുടെ അവസ്ഥ നമുക്ക് കാണാം. കുഴഞ്ഞതായ ചേറ്റില് രക്ഷകന്റെ ശക്തി എന്താണ്? ആ ചേറിൽ അവൻ നമ്മെ കയറ്റി പാറമേൽ നിർത്തിയിരിക്കുന്നെങ്കിൽ ആ ഒരു ദൈവത്തിന്റെ സുരക്ഷിതത്വം എന്താണ്? എന്നെ പാറമേൽ നിർത്തിയിരിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലത്തെ ആരാധനയിൽ ദൈവമക്കളെ, പാട്ടിൻ്റെതായിരിക്കുന്ന സമയത്തിന് മാത്രമല്ല ദൈവത്തെ സ്തുതിപ്പാനുള്ളത്. ഒരാൾ ദൈവസഭയെ പ്രതികരിച്ച് പരസ്യമായി പ്രാർത്ഥിക്കുമ്പോഴും ആ പ്രാർത്ഥനയോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുവാനും, ചേർന്ന് ആമേൻ പറയുവാനും, ചേർന്ന് സ്തോത്രം ചെയ്യുമ്പോഴും അത് സ്തുതിയുടെ ഭാഗമായി തന്നെ മാറുന്നു, അതും ആരാധനയുടെ ഭാഗമായി മാറുന്നു. ഒരാൾ സാക്ഷ്യം പറയുമ്പോൾ ഒരു മിനിറ്റ് കഴിഞ്ഞ ദിവസങ്ങൾ, കഴിഞ്ഞ ആഴ്ചയിൽ എനിക്ക് ചെയ്ത ഉപകാരത്തെ കുറിച്ച് പറയുമ്പോൾ, എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നത് പറയുമ്പോൾ, സ്തോത്രം കർത്താവേ, ഹല്ലേലൂയ. നമ്മളും സ്തോത്രത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ അതും ഒരു ആരാധനയായി മാറുകയാണ്. ദൈവദാസന്മാർ ദൈവസന്നിധിയിൽ ജനത്തിന്റെ മുമ്പിൽ നിന്ന് ശുശ്രൂഷിക്കുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രത്തോടെ അതിനോട് പ്രതികരിച്ച് ആമേൻ പറയേണ്ടടുത്ത് ആമേൻ പറയുവാൻ, സ്തോത്രം ചെയ്യേണ്ടടുത്ത് സ്തോത്രം ചെയ്യുവാൻ, ഒരു വാക്യം വായിച്ച് സപ്പോർട്ട് ചെയ്യേണ്ടടുത്ത് ഹല്ലേലൂയ സപ്പോർട്ട് ചെയ്യുമ്പോൾ അതും
ആരാധനയുടെ ഭാഗമായി മാറുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഓർക്കുക, എന്തിനാണ് സ്വർഗത്തിലെ ദൈവം നമ്മെ നാശകരമായ കുടിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും കയറ്റി നമ്മുടെ വായിൽ പുതിയ പാട്ട് തന്നത്? ഹല്ലേലൂയ. പ്രവചനം എടുക്കേണ്ട 38-ാം അധ്യായം നമ്മൾ വായിച്ചാൽ ഈ ചെളിക്കുണ്ടിൻ്റെതായിരിക്കുന്ന സീരിയസ്നെസ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. സ്തോത്രം, ഹല്ലേലൂയ. അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്രമാത്രം ഗൗരവമായിരിക്കുന്നിടത്ത് നിന്ന്, സ്തോത്രം, ഹല്ലേലൂയ, നമ്മളൊരു പെന്തക്കോസ്ത് മാതാപിതാക്കളാ ജനിച്ചു വളർന്നപ്പെട്ടത് കൊണ്ടോ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടോ അല്ല നമ്മൾ ദൈവമക്കളായി തീർന്നത്. അങ്ങനെയുള്ളവർ ഇന്നും, ഹല്ലേലൂയ, അങ്ങനത്തെ അനുഭവത്തിലേക്ക് കടന്നു വരാതെ കിടക്കുന്നവരുണ്ടല്ലോ. അങ്ങനെയുള്ളവരെ ഓർത്ത് ഇന്നും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവേ, സന്തോഷത്തിലേക്ക്, ഈ അനുഭവത്തിലേക്ക് അവരെ കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമുക്ക് ലഭിച്ചത് തമ്പുരാന്റെ കൃപ. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കൃപ. അതല്ലാതെ നമുക്കൊന്നും പറയുവാൻ പറ്റുകയില്ല, കഴിയുകയില്ല. സ്തോത്രം, ഹല്ലേലൂയ. അടുത്ത് നമ്മൾ കാണുന്നത്, സ്തോത്രം, സംഖ്യാപുസ്തകം 22-ാം അധ്യായം 28-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമ്മളിങ്ങനെ വായിക്കുന്നു: ദൈവം കഴുതയുടെ വായ തുറന്ന് വായിൽ ബിലെയാമിന് അറിയാകുന്ന ഭാഷ കൊടുത്തു. സ്തോത്രം, ഹല്ലേലൂയ. ഒന്ന് വായിച്ച് 22-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം. സ്തോത്രം. അപ്പോൾ യഹോവ കഴുതയുടെ വായ തുറന്ന് ബിലെയാമിനോട്, നീ എന്നെ ഈ 3 പ്രാവശ്യം അടിപ്പാൻ ഞാൻ നിന്നോട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു. സ്തോത്രം. അതിനെക്കുറിച്ച് പല ചിന്തകളും വിമർശനങ്ങളുമുണ്ട്. സ്തോത്രം. കഴുത ബിലെയാമിന്റെ ഭാഷ അതേ ലിപിയിലാണോ സംസാരിച്ചത്? എങ്ങനെയായാലും ബിലെയാം ഒരു ആരാമ്യനാണ്. ഈ ഒരുപക്ഷെ ഇസ്രായേലുമായുള്ള ആരാമ്യർ വന്ന് യുദ്ധത്തിൽ വന്നപ്പോൾ പിടിച്ചുകൊണ്ടുപോയത്, അടിമകളായി പിടിച്ചുകൊണ്ടുപോയതിൽ ആളായിരിക്കാം. ഇസ്രായേലിൻ്റെതായ അനുഭവങ്ങളൊക്കെ അറിയാവുന്നവരായിരിക്കാം. ന്യായപ്രമാണം ഒരുപക്ഷെ അറിയുന്ന വ്യക്തിയായിരിക്കാം. അല്ല, ഈ മനുഷ്യൻ ഒരുപക്ഷെ പക്ഷികളുടെ ശബ്ദങ്ങൾ, മറ്റ് ജീവികളുടെ ശബ്ദങ്ങൾ, മൃഗങ്ങളുടെ കരച്ചിലുകൾ, ഇതിൽ നിന്നെല്ലാം സ്വരങ്ങൾ മനസ്സിലാക്കി, അർത്ഥം മനസ്സിലാക്കി, വിഷയം മനസ്സിലാക്കാൻ കഴിവുള്ളതായ, ജ്ഞാനമുള്ളതായ മനുഷ്യനായിരിക്കാം. എന്തു തന്നെയായിരുന്നാലും പത്രോസിന്റെ 2-ാം ലേഖനത്തിൽ 2 പീറ്റർ 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഉരിയാട കഴുത നാവിടെ സംസാരിച്ച്, ഹല്ലേലൂയ, ആ പ്രവാചകൻ്റെതായിരിക്കുന്ന, ഹല്ലേലൂയ, മനസ്സിനെ ഉണർത്തി, അല്ലെങ്കിൽ അവനെ തെറ്റിനെ തിരുത്തി അവനെ ബോധം വരുത്തി എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഈ കഴുത അവിടെ നമ്മൾ വായിച്ചാൽ ഏതാണ്ട് യഹോവയുടെ ദൂതൻ 7 പ്രാവശ്യം നമുക്ക് 22-ാം അധ്യായത്തിൽ കാണാം. യഹോവയുടെ ദൂതൻ, യഹോവയുടെ ദൂതൻ, യഹോവയുടെ ദൂതൻ. 3 പ്രാവശ്യം യഹോവയുടെ ദൂതൻ ഈ കഴുതയുടെ യാത്രയിൽ കഴുതയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട സന്ദർഭങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതിൻ്റെതായിരിക്കുന്ന 23-ാം വാക്യം, 25-ാം വാക്യം, 27-ാമത്തെ വാക്യം, ഇങ്ങനെ 3 പ്രാവശ്യമായിട്ട് ഈ കഴുതയെ അടിക്കുമ്പോൾ, പിന്നെ അതിൻ്റെ തൊട്ട് താഴെയുള്ള മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്നത്, കഴുത ചോദിക്കുകയാണ്, ഞാൻ ഇത്രയും കാലം നിന്നെ അനുസരിച്ച് ജീവിച്ചില്ലയോ? നിന്നോട് അനുസരണക്കേട് വല്ലതും കാണിച്ചിട്ടുണ്ടോ? ബിലെയാം അതെല്ലാം സമ്മതിക്കുകയാണ്. സ്തോത്രം. നമുക്കറിയാം, ദൈവത്തിന് ഇനമായിരിക്കുന്ന ഇസ്രായേലിനെ ശവിക്കുവാനൊക്കെ വേണം ബിലെയാമിനെ ബാരാക്ക് എന്ന് പറയുന്ന രാജാവ് കൂലി കൊടുത്ത് വിളിച്ചു കൊണ്ടുപോകുകയാണ്. സ്തോത്രം. പല പ്രാവശ്യം പല ഗ്രൂപ്പുകളെ വിട്ടു, പല പ്രാവശ്യം ഞങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞു വിട്ടു. വീണ്ടും ശ്രേഷ്ഠന്മാരായിരിക്കുന്ന ആൾക്കാരെ പറഞ്ഞു വിട്ടു. അവരോട് പറയുന്ന, രാത്രി ഇവിടെ പാർക്കുക, ഞാൻ യഹോവയോട് ചോദിക്കട്ടെ. അങ്ങനെ യഹോവയോട് ചോദിച്ച യഹോവ പറഞ്ഞു, നീ പോയിക്കൊള്ളുക, ഞാൻ നിന്റെ വായിൽ തരുന്നതല്ലാതെ നീ മറ്റൊന്നും പറയരുത്. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ ശവിക്കാൻ പോയതായിരിക്കുന്ന കാരണം ബാരാക്ക് വിചാരിച്ചത്, പറഞ്ഞൊരു വാക്കുണ്ട്, ഹല്ലേലൂയ, ആ അധ്യായത്തിൽ കാണാൻ കഴിയും. ഈ ജനം ഇങ്ങനെ പോയാൽ നമ്മുടെ ദേശത്ത് കാള പുല്ല് നക്കി തിന്നുന്നത് പോലെ നമ്മുടെ ജനങ്ങളെ കീഴ്പ്പെടുത്തും, നമ്മൾ അവർക്ക് അടിമകളായി മാറുമെന്ന്. സ്തോത്രം, ഹല്ലേലൂയ. യഹോവയായ ദൈവം ജനത്തെ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞെങ്കിൽ ആരെ കൊണ്ടും വിഴുങ്ങുവാൻ സ്വർഗം
ഒരിക്കലും അനുവദിക്കുകയില്ല. ദേശത്ത് മാനിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തലമുറകളെ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മെ അനുഗ്രഹിപ്പാൻ ദൈവം ഇന്നും ശക്തനാണ്. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി നിങ്ങളോട് ചേർന്ന് ഞാനും ദൈവത്തെ സ്തുതിക്കുന്നു. ആ ദൈവം കഴിഞ്ഞ നാളുകളിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും തലമുറകളെയും കുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ചവനായ ദൈവം ഇന്ന് പകൽക്കാലവും നമുക്ക് വേണ്ടി ജീവിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ ബിലിയാം ബാരാക്ക് രാജാവ് കൊടുത്തുവിട്ടതായിരിക്കുന്ന നന്മകളും പ്രതിഫലങ്ങളും കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ്റെ കണ്ണ് മഞ്ഞളിച്ചു പോയി. തിരുവഴുത്തിൽ എക്ലീസിയാസ്റ്റസ് 7:7 നമ്മളിങ്ങനെ വായി, വിലാപങ്ങളുടെ പുസ്തകം സഭാപ്രസംഗി നമ്മൾ വായിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. കോഴ ജ്ഞാനിയെ പൊട്ടനാക്കുന്നു, കോഴ ജ്ഞാനിയെ പൊട്ടനാക്കുന്നു, കൈക്കൂലി ഹൃദയത്തെ എന്ത് ചെയ്യുന്നു? കെടുത്തു കളയുന്നു. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ ഈ ജ്ഞാനമുള്ളതായ മനുഷ്യന്റെ കണ്ണിനെ കുരുടാക്കി രാജാവ് കൊടുത്തുവിട്ടതായിരിക്കുന്ന ധനങ്ങൾ, ഹല്ലേലൂയ, കണ്ടു കഴിഞ്ഞപ്പോൾ, സ്തോത്രം, സദൃശവാക്യം പ്രോവേർബ്സ് 15:27 ദുരാഗ്രഹിയുടെ ഭവനമോ ദുരാഗ്രഹി തന്റെ ഭവനത്തെ വലയ്ക്കുന്നു, കോഴ വെറുക്കുന്നവനോ ജീവിച്ചിരിക്കും. സ്തോത്രം, ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 23:8 എക്സോഡസ് 23 സമ്മാനം കാഴ്ചയുള്ളവരെ കുരുടാക്കുകയും നീതിമാന്മാരുടെ വാക്കുകളെ എന്ത് ചെയ്യുന്നു? മറിച്ചു കളയുകയും ചെയ്യുകൊണ്ട് നീ സമ്മാനം വാങ്ങരുത്. സ്തോത്രം, ഹല്ലേലൂയ. അടുത്ത ആവർത്തന പുസ്തകം 16:19 ഡ്യൂട്രോണമി 16:19 ന്യായം മറിച്ചു കളയരുത്, മുഖം നോക്കരുത്, സമ്മാനം വാങ്ങരുത്. സമ്മാനം ജ്ഞാനിയുടെ കണ്ണ് കുരുടാക്കുകയും നീതിമാന്മാരുടെ കാര്യം മറിച്ചു കളയുകയും ചെയ്യുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ആവർത്തനം 27:25 നമ്മളിങ്ങനെ വായിക്കുന്നു, കുറ്റമില്ലാത്തവനെ കൊല്ലേണ്ടത് പ്രതിഫലം വാങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ ജനമെല്ലാം ആമേൻ എന്ന് പറയണം. സ്തോത്രം, ഹല്ലേലൂയ. ജനമെല്ലാം ഒരിക്കൽ ആമേൻ എന്ന് പറഞ്ഞ വചനമാണ്. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ ജനം തങ്ങളുടേതായിരിക്കുന്ന നന്മയ്ക്ക് വേണ്ടി, തങ്ങളുടേതായ മഹത്വത്തിന് വേണ്ടി, ഹല്ലേലൂയ, മറ്റുള്ളവനെ കൊല്ലേണ്ടതിന് വേണ്ടി കോഴ വാങ്ങി കണ്ണുകുരുടാക്കുന്ന, ദൈവനീതി മറിച്ചു കളയുന്ന, ദൈവപ്രമാണത്തിൽ നിന്ന് മാറിക്കളയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുന്ന കാലമാണ് ഇസ്രായേലിൽ ബിലിയാമിന്റെ ഈ കാലഘട്ടങ്ങൾ. സ്തോത്രം, ഹല്ലേലൂയ. നമുക്കറിയാം, ശപിക്കാൻ വിളിച്ചു. ബിലിയാം പറയുന്നത്, ഇവരെ എനിക്ക് ശപിക്കാൻ കഴിയുന്നില്ല. ജാതികളോടുകൂടെ എണ്ണപ്പെടാത്തവർ, യാക്കോബിന്റെ ഗ്രഹം അവന് ധൂളി ആർക്കെണ്ണ, കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ബലമുള്ളവരാണ് ഇവർ, ഇവരെ ശപിക്കാൻ പറ്റുകയില്ല. നമുക്കറിയാവുന്ന വിഷയങ്ങളാണ്, അവിടേക്ക് ഞാൻ പോകുന്നില്ല. നമ്മുടെ ചിന്താ വിഷയത്തിൽ അടുത്ത പോയിന്റ് ഇതാണ്. ബിലിയാമിന്റെ കഴുതയുടെ വായിൽ ബിലിയാമിന് അറിയുന്ന ഭാഷ കൊടുത്തു. സ്തോത്രം. ഞാൻ എൻ്റെ യജമാനനോട് ഞാൻ ഇതെങ്ങനെ പറയും? ഇത് പറഞ്ഞാൽ യജമാനൻ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നുള്ളതായിരിക്കുന്ന ചിന്തയിൽ ബിലിയാം കാര്യം പറയാതിരുന്നില്ല. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന്റെ മിഷണറി യാത്രയിൽ ഉപയോഗിക്കുന്ന ഒരു പദമുണ്ട് എബ്രായ ലേഖനത്തിൽ, അപ്പോസ്തല പ്രവൃത്തിയിൽ. സ്തോത്രം, ഹല്ലേലൂയ. പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ ഞാൻ നിങ്ങളെ ഉപദേശിച്ചു. സ്തോത്രം. പ്രയോജനമുള്ളതൊന്നും, അത് ദൈവസഭയിൽ ഇതായിരിക്കുന്ന ആ പ്രായം കൊണ്ടും അറിവ് കൊണ്ടും പക്വതയുള്ള മൂപ്പന്മാരായിരിക്കുന്ന ദൈവമക്കൾക്കും ശുശ്രൂഷകന്മാർക്കും ഉള്ളതായിരിക്കുന്ന ഒരു നടപടിയായി നമ്മൾ അംഗീകരിക്കേണ്ട വാക്യമാണത്. സ്തോത്രം. പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കരുത്. അംഗീകരിച്ചാലും ഇല്ലെങ്കിലും, ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും, ദൈവനാമത്തിന് മഹത്വവും ദൈവസഭയ്ക്ക് അനുഗ്രഹവുമാകുന്നുവെങ്കിൽ അത് പറയുക തന്നെ ചെയ്യണം. സ്തോത്രം, ഹല്ലേലൂയ. ഒരു പ്രയോഗം ഒരു ഭക്തൻ എഴുതിയത് ഞാൻ വായിച്ചിട്ടുണ്ട്. സത്യമേ പറയാകൂ, പക്ഷെ എല്ലാ സത്യവും പറയരുത്. അങ്ങനെയും കൂടെ പ്രമാണമുണ്ട്. അതുകൊണ്ട് കള്ളം പറയണമെന്ന് വേൽമാത്തി പാസ്റ്റർ പ്രസംഗിച്ചെന്ന് പറയില്ലേ. സ്തോത്രം. നിങ്ങൾ ചിന്തിച്ചാൽ അത് മനസ്സിലാകും. സ്തോത്രം. സത്യമേ പറയാകൂ, പക്ഷെ എന്ത് ചെയ്യരുത്? എല്ലാ സത്യവും പറയരുത്. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ ഈ കാര്യങ്ങൾ പറയുമ്പോൾ എങ്ങനെ പറയണമെന്ന് നമ്മളെ പഠിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന വേദഭാഗമുണ്ട്. ഹല്ലേലൂയ.
ഇയ്യോബിന്റെ പുസ്തകം 6-ാം അധ്യായം 24-ാമത്തെ വാക്യം, ജോബ് 6:24. എൻ്റെ നാവിനെ അടക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. എൻ്റെ നാവിനെ അടക്കുവാൻ എന്നെ പഠിപ്പിക്കണം. 39-ാം സങ്കീർത്തനം നമ്മൾ വായിക്കും, ദുഷ്ടൻ എൻ്റെ മുമ്പിലിരിക്കുമ്പോൾ എൻ്റെ നാവിനെ കടിഞ്ഞാണിട്ട് കാക്കുവാൻ എന്നെ എന്ത് ചെയ്യണം? പഠിപ്പിക്കണം. സ്തോത്രയോ പറയുന്ന എൻ്റെ നാവിനെ അടക്കുവാൻ എന്നെ എന്ത് ചെയ്യണം? പഠിപ്പിക്കണം. ടീച്ച് മീ, ഐ വിൽ ബി ക്വയറ്റ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ക്വയറ്റായിട്ട് ഇരിക്കേണ്ട അവസരങ്ങളുമുണ്ട്. സ്തോത്രം. ഈ ബിലിയാമിന്റെ കഴുത 1-2 പ്രാവശ്യം ക്വയറ്റായിട്ടിരുന്നു. വീണ്ടും വീണ്ടും അതേ മെസ്സേജ് കൊടുത്തപ്പോൾ കഴുതയ്ക്ക് മനസ്സിലായി ബിലിയാമിന്റെ അല്ലെങ്കിൽ ആ ബുദ്ധിഭ്രമം തിരുത്തുവാനുള്ളതായിരിക്കുന്ന ഭാഷയാണ് എൻ്റെ വായിൽ തന്നിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ വാക്കുകൊണ്ട് ഒരാളെ താങ്ങുവാൻ കഴിയുന്നെങ്കിൽ ശിഷ്യന്റെ നാവെനിക്ക് തരണമെന്ന് പ്രവാചകൻ പ്രാർത്ഥിച്ചതുപോലെ ഇയ്യോബിന്റെ പുസ്തകം 37:19 ദൈവത്തോട് എന്തു പറയണമെന്ന് ഞങ്ങൾക്ക് എന്ത് ചെയ്യണം? ഉപദേശിച്ചു തരണം. ദൈവത്തോട് എന്തു പറയണമെന്ന് ഞങ്ങൾക്ക് ഉപദേശിച്ചു തരണം. ടീച്ചേഴ്സ് വാട്ട് വി ഷുഡ് സേ ടു ഗോഡ്. ദൈവത്തോട് ഞങ്ങൾ എന്തു പറയണം? ഹല്ലേലൂയ. അപ്പൊ ദൈവത്തോട് പറയുന്നതിന് പോലും അത്രമാത്രം ഗൗരവമുണ്ടെങ്കിൽ നമ്മുടെ അസ്ഥിയിൽ അസ്ഥിയും മാംസത്തിന്റെ മാംസവും നമ്മുടേതായിരിക്കുന്ന നുറുക്കുന്ന അപ്പത്തിന്റെ ഓഹരിക്കാരുമായിരിക്കും നമ്മുടെ കൂട്ടു സഹോദരങ്ങളോട് പറയുന്നത് എത്രമാത്രം ഗൗരവമുള്ളതായിരിക്കണമെന്നല്ലേ അതിൻ്റെ അർത്ഥം? സ്തോത്രം, സ്തോത്രം. പി.എൽ. മാത്യു പാസ്റ്റർ നിങ്ങളെ ആരെയും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, നമുക്കിത് അറിയുന്ന കാര്യങ്ങളാണ്. ഒന്നുകൂടെ പത്രോസിന്റെ ഭാഷയിൽ ഓർപ്പിച്ചുണർത്തുക യുക്തമെന്ന് വിചാരിച്ചു മാത്രം ചെയ്യുന്നു. സ്തോത്രം. ഹല്ലേലൂയ. 39-ാമത്തെ സംഗതി ഞാൻ പറഞ്ഞല്ലോ, നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എൻ്റെ മുമ്പിലിരിക്കുമ്പോൾ എൻ്റെ നാവ് വായി കടിഞ്ഞാണിട്ട് കാക്കുമെന്നും ഞാൻ പറയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. വാക്കുകൾ എങ്ങനെയായിരിക്കണമെന്നുള്ളത് പൗലോസ് പറയുന്നുണ്ട്. സ്തോത്രം. ഉപ്പിനാൽ രുചി വരുത്തിയതായിരിക്കണം, കൃപയോട് കൂടിയതായിരിക്കണം, കേൾക്കുന്നവർക്ക് ആത്മീയ വർധന വരുത്തുന്നതായിരിക്കണം, ആശ്വാസം വരേണ്ടതായിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. സദൃശവാക്യം 18:21 മരണവും ജീവനും നാവിന്റെ അധികാരത്തിലിരിക്കുന്ന, അതിൽ ഇഷ്ടപ്പെടുന്നവൻ അതിന്റെ ഫലം അനുഭവിക്കും. അപ്പൊ നാവിനൊരു അധികാരമുണ്ട്, അല്ലേ? സ്വാമി വിവേകാനന്ദൻ പറഞ്ഞൊരു വാചകം ഞാൻ ഈ ചിന്തകൾ ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ഓർക്കയുണ്ടായി. കത്തി കൊണ്ട് മുറിച്ചാൽ മുറിവ് കൂടും, നാക്കുകൊണ്ട് മുറിച്ചാൽ മുറിവ് കൂടുകയില്ല. നമ്മുടെ നാവിന് അധികാരമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നാട്ടിലായിരുന്ന അവസരത്തിൽ ഹല്ലേലൂയ, ഞങ്ങൾ ശുശ്രൂഷിച്ച സഭയിലെ വേറൊരു സഭയിലെ ഒരു സഹോദരി വളരെ ക്ഷീണമായി മൂകയായിരിക്കുകയാണ്. വളരെ പ്രസരിപ്പുള്ളൊരു സിസ്റ്റർ. അദ്ദേഹത്തോട് ചോദിച്ചു, എന്ത് പറ്റി സിസ്റ്ററെ? ഫാസ്റ്റേ, ഒരു വലിയ സർജറിക്ക് വേണ്ടി ഡോക്ടർ പറഞ്ഞിരിക്കുക. അത് ഓർക്കുമ്പോൾ എങ്ങനെയാണെന്നറിയത്തില്ല. ഞാൻ പറയുന്നത്, ആരാ പറഞ്ഞേ? ഡോക്ടറാ പറഞ്ഞേ. എനിക്ക് അന്നേരം ഇങ്ങനെ പറയാനാ തോന്നി, ഏതെങ്കിലും ഡോക്ടർ എന്തേലും സത്യം പറഞ്ഞിട്ടുണ്ടോ? പുള്ളിക്കാരത്തി അതങ്ങ് ഏറ്റെടുത്തു. സർജറി ഒന്നും ആവശ്യം വന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞത്, നമ്മുടെ നാക്കിന് അധികാരമുണ്ട്. ആ അവസരത്തിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞെന്നിരിക്കട്ടെ, വളരെ ശ്രദ്ധിക്കണം കേട്ടോ, സൂക്ഷിക്കണം. ഇതുപോലൊരു വിഷയം ഇന്നടത്ത് ഇന്നാർക്കുണ്ടായി. അയാള് ഡിം അല്ലേ? ഒന്ന് ഞാൻ വേറൊന്ന് പറഞ്ഞു, ഡിമ്മെന്ന് പറഞ്ഞ പുള്ളിക്കാരത്തേക്ക് മനസ്സിലായി. ഡിം എന്ന് പറഞ്ഞ കഥ മോകയാ പോയിന്ന. സ്തോത്രം. ഇപ്പം നാക്കിൻ്റെ മേലെ അധികാരം തന്നിട്ടുണ്ട്. സഹോദര, സാരമില്ല. സഹോദരി, ഭാരപ്പെടേണ്ട. നമുക്ക് പ്രാർത്ഥിക്കാം. വി ക്യാൻ പ്രേ ടുഗെദർ. ഗോഡ് വിൽ ഓപ്പൺ ദ വേ. കർത്താവിനദാസന്റെ പിതാവ് ബേവിച്ചായൻ ഞങ്ങൾക്ക് വർഷങ്ങളായിട്ട് അറിയുന്നത്. അദ്ദേഹത്തെ 2 വർഷം ദൈവവചനം പഠിപ്പിക്കാനും ഒരു ഭാഗ്യം ലഭിച്ച ഒരു ശിഷ്യനാണ് ഞാൻ.
സ്തോത്രം. അദ്ദേഹത്തിൻ്റെതായിരിക്കുന്ന സഹോദരിമാർ കർത്താവിൻ്റെ വേലയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യുവാനും ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കാനൊക്കെ അവസരങ്ങളുണ്ട്, ഇപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കിട്ടിയാലൊക്കെ ഞങ്ങൾക്ക് അവസരങ്ങളുണ്ട്. ഞാൻ പറഞ്ഞത് ആ ദൈവദാസൻ്റെ ആ 81 വയസ്സ് പ്രായം ഞങ്ങൾ പോയി കണ്ടപ്പോഴും ആ ഓർമ്മകൾക്കൊക്കെ ഇച്ചിരി കുറവുണ്ട്. താൻ പറഞ്ഞല്ലോ 114 വയസ്സിന് 89 വയസ്സേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ കണ്ടാൽ അത്രയും വയസ്സ് തോന്നിക്കത്തില്ല. അതതിൻ്റെ വേറെ കാര്യം. ഞാൻ ആരെയും പൊക്കി പറഞ്ഞതല്ല. ഞാൻ പറഞ്ഞത് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന് വിടുവിപ്പാൻ കഴിയും. പക്ഷെ ദൈവത്തിൻ്റെ വിടുതൽ പല വഴികളിലൂടെയായിരിക്കും വരുന്നത്. സ്തോത്രം. പല വഴികളിലൂടെ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ വിടുതൽ സൗഖ്യമായിട്ടും വരും. കൂടുതൽ കിടന്ന് കഷ്ടപ്പെടാതിരിക്കാനുള്ളതായിരിക്കുന്ന വഴികളും ദൈവം ഒരുക്കും. അതേതായാലും നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ മതിയാകുള്ളൂ, നമ്മൾ അംഗീകരിച്ചേ മതിയാകുള്ളൂ, ഉൾക്കൊണ്ടേ മതിയാകത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. നാളെ നമ്മുടെ വിശ്വാസം കൈവിടണ്ട. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ദാസനെ ദൈവം ബലപ്പെടുത്തട്ടെ. കൂടെ നിന്ന് ശുശ്രൂഷിക്കുന്ന പ്രിയപ്പെട്ടവരെയും കുഞ്ഞുങ്ങളെയും ദൂരെയായിരിക്കുന്ന പ്രിയപ്പെട്ട പലരും കർത്താവിൻ്റെ വേലയിലാണ് അവരുള്ളത്. സ്തോത്രം. കർത്താവരെയും ധൈര്യപ്പെടുത്തട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ബിലിയാമിൻ്റെതായിരിക്കുന്ന കഴുതയുടെ വായിൽ എന്ത് കൊടുത്തു? ബിലിയാമിനറിയാകുന്ന ഭാഷ കൊടുത്തു. സ്തോത്രം. ഹല്ലേലൂയ. അടുത്തത് 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 4-5 വാക്യത്തിൽ കാക്കയുടെ വായിൽ അപ്പവും ഇറച്ചിയും. കാക്കയുടെ വായിൽ കാക്കയുടെ വായിൽ ആർക്ക്? ഏലിയാവിന്. സ്തോത്രം. ഏലിയാവിനെ സ്വന്തം മാതാക്കളാൽ പോഷിപ്പിക്കപ്പെട്ടൊരു കാലം ഉണ്ടായില്ലേ? കാക്കയാൽ പോഷിപ്പിക്കപ്പെട്ടത്, ദൂതനാൽ പോഷിപ്പിക്കപ്പെട്ടത്, ഒരു വിധവയുടെ കുടുംബത്തിൽ പോഷിപ്പിക്കപ്പെട്ട, ഇതെല്ലാം വിഷയങ്ങളാണ്. സ്തോത്രം. ഞാൻ അവിടേക്കൊന്നും പോകുന്നില്ല. ഈ കാക്ക എവിടെയെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്ത ചരിത്രമുണ്ടോ? നോഗയുടെ പെട്ടകത്തിൽ എത്ര കാക്കയുണ്ടായിരുന്നു? ഉപദേശം ഇത് ചോദിക്കുമെന്ന് പ്രതീക്ഷിച്ചൊന്നുമല്ല ഞങ്ങൾ വന്നെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കിയേച്ച്, ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായമൊക്കെ ഒന്ന് നോക്കിയേച്ച്. നോഗയുടെ പെട്ടകത്തിൽ എത്ര കാക്കയുണ്ടായിരുന്നു? ഉറപ്പാണേ? സമയം പോവുക. 2 കാക്ക. ശുദ്ധി ഇല്ലാത്തത് ഈ രണ്ടും. സുജ കമോൺ ഗേൾ. ശുദ്ധി ഇല്ലാത്തത് ഈ രണ്ടും, ശുദ്ധിയുള്ളത് 7. ഈ ചില നാൾ കഴിഞ്ഞപ്പോൾ ഈ റാവനെയും മലങ്കാക്കയെ നോഗയൊന്ന് പുറത്തു വിട്ടു. അത് വന്നും പോയി നിന്ന് കുറെ നാളായി കണ്ടുമില്ല. തിരിച്ചു വന്നപ്പോൾ എന്തെങ്കിലും ഒരു പരിപ്പോടി എന്തെങ്കിലും ഒന്ന് കൊണ്ടുവന്നായിരുന്നു. അതിൻ്റെ ഒരു പേരില്ലായിരുന്നു. എവിടെ? മിസ്സിസ് റാവിനൂടെ കാത്തിരിക്കുമല്ലായിരുന്നു അച്ഛൻ്റെ വരവ് നോക്കി. പുള്ളിക്കാരൻ ഫുൾ സാപ്പാടടിച്ചിട്ട് 8 ഔൺസ് ഉള്ളതായിരിക്കുന്ന ഒരു സ്റ്റേക്കെങ്കിലും കൊണ്ടുവന്നു. ഞാൻ ഈ യാത്ര പോകുന്ന അവസരത്തിൽ ഈ ചായക്കടി, എണ്ണക്കടികളൊക്കെ നമുക്ക് വിശ്വസ്തമായിരുന്ന ലൈവായിട്ട് ഉണ്ടാക്കുന്നിടത്ത് വണ്ടി നിർത്തി ഞങ്ങൾ കഴിക്കും. ഇന്ന് ഞാൻ തനിച്ച് ടൗണിലേക്ക് ഇറങ്ങി ചായ കുടിക്കുന്ന അങ്ങനത്തെ ശീലങ്ങളില്ല. എന്തെങ്കിലും വേണമെങ്കിൽ വിളിച്ചു പറയും, 10 മിനിറ്റിനകത്ത് സാധനം വീട്ടിലെത്തും. ടൗണിൽ തന്നെയല്ലേ, ഞങ്ങൾ ഒരുമിച്ച് കഴിക്കും. ഇപ്പം ഞാൻ പറഞ്ഞത്, തൻ്റെ മിസ്സിസ് റാവിനെ കുറിച്ചൊരു കരുതലില്ലാത്ത ഈ കാക്കവർഗത്തിൻ്റെ കയ്യിൽ എന്ത് ചെയ്തു? അതും കിലോമീറ്ററോളം. ദേശത്ത് ക്ഷാമമുള്ള കാലത്ത് ഒരു വേസ്റ്റ് പോലും ആർക്കും വലിച്ചെറിയുവാനില്ല. അങ്ങനെയാണ് വേസ്റ്റെങ്കിലും തിന്ന് ജീവിക്കാമായിരുന്നു. അങ്ങനെ പോലും കിട്ടാത്ത ഒരു കാലത്ത് ദൈവം തിരഞ്ഞെടുത്ത ഒരു പക്ഷി എന്താണ്? കാക്ക. വെറുതെയാണ് കാക്കയ്ക്ക് ദീർഘായുസ് കൊടുത്തേക്കുന്നത്. സ്തോത്രം. കാക്കയെക്കുറിച്ച് ഒത്തിരി കാര്യം പറയാനുണ്ട്, ഒന്നും ഞാൻ പോകുന്നില്ല. സമയം എനിക്ക് തന്ന സമയത്തിനകത്ത് തീരാൻ പോകുക, തീർന്നു. സ്തോത്രം. ഈ കാക്ക കൊണ്ടു കൊടുത്തു അല്ലേ? ദൈവം ഈ കാക്കയുടെ തലച്ചോറിനോട് ഒരു GPS അവിടെ സെറ്റ് ചെയ്തു. എവിടെയായിരിക്കുന്ന ഏലിയാവ്? ഒരു തോടിൻ്റെ തീരത്താ. അവിടെ ഞാനങ്ങ് പറയാം, വേദസ്വത്തിലില്ല, ഒരു അലരി വൃക്ഷം, ഒരു ആലെന്നോ പേരാലെന്നോ അലരിന്നോ എന്തേലും കിട്ടും. ആ വൃക്ഷത്തിൻ്റെ ആ
ഇന്ന സ്ഥലത്ത് എലുമ്പൊരു വൃക്ഷം കാണും, അതിൻ്റെ കീഴിൽ ഏലിയാവിലുണ്ടാവും അല്ലേ? പറന്ന് 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 ഈ കാക്കയുടെ കൂടെ ആരെല്ലൊക്കെ പറന്നിട്ടുണ്ടാവും. അവർക്കൊന്നും കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ ഈ കാക്കയുടെ വായിൽ അപ്പം കൊടുത്തത് കാന്നോ കീന്നോ പറഞ്ഞാൽ അപ്പം താഴെ പോകും. പോരാട്ടം ഇടത്തുനിന്നും വലത്തുനിന്നും മുമ്പിലും പറയുന്നുണ്ട്. ഈ കാക്ക വലിയ അപ്പത്തിന്റെ പൊതിയും കൂടെ പോകുമ്പോൾ മറ്റു കാക്കകളെല്ലാം പറഞ്ഞു വരും കാ കാ എന്ന് പറഞ്ഞാൽ താ താന്നർത്ഥം. തരുവെന്നും തരത്തില്ലെന്നും ഏലിയാവിനുള്ളതൊന്നും അല്ല പറഞ്ഞത്. സ്തോത്രം ഹല്ലേലൂയ. കൊടുത്തിരിക്കുന്ന GPS-ൻ്റെതായിരിക്കുന്ന സെറ്റപ്പിൽ എത്തുന്നത് വരെയും കാക്ക വാ തുറക്കാതെ കാക്കയുടെ വായ അടച്ചു. സ്തോത്രം ഹല്ലേലൂയ. നിന്റെ പക്കൽ നിനക്കെത്തിക്കേണ്ടതിന് കറുത്ത കാക്കയാണോ വെളുത്ത കാക്കയാണോ വിഷയമല്ല. സ്വർഗത്തിലെ ദൈവം ഉത്തരവാദിത്വത്തിൽ ഏൽപ്പിച്ചു വിട്ടത് നിന്റെ കരത്തിൽ തന്നെ എത്തണമെങ്കിൽ ആ കാക്കയുടെ വായ തുറക്കാൻ പാടില്ല. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ മുമ്പോട്ട് പറഞ്ഞു ഒത്തിരി പറയാനുണ്ട്. സ്തോത്രം. അടുത്ത മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ സ്തോത്രം, കർത്താവും ശിഷ്യന്മാരും ഹല്ലേലൂയ താബോർ മലയിൽ വെച്ച് ദർശനങ്ങൾ കണ്ട് വെളിപ്പാടുകൾ പ്രാപിച്ച് കഴിഞ്ഞ് ഹല്ലേലൂയ ഈ ഗലീലയിലേക്ക് വന്നിരിക്കുകയാണ്. സ്തോത്രം. അങ്ങനെ വന്നപ്പോൾ ദൈവാലയത്തിലെ കരം പിരിക്കുന്ന പ്രിയപ്പെട്ടവർ പത്രോസിന്റെ അടുക്കൽ വന്ന് ചോദിക്കുന്നത് യേശു കേട്ടു. സ്തോത്രം. നിങ്ങളുടെ ഗുരു കരമടയ്ക്കുന്നില്ലല്ലോ, അത് വിഹിതമാണോ? സ്തോത്രം. ആ വീട്ടിൽ ചെന്നപ്പോൾ പത്രോസിനോട് യേശു ചോദിച്ചു. അവർ ചോദിക്കുന്നത് നീ കേട്ടായിരുന്നു? കേട്ടു. ഹല്ലേലൂയ. രാജാക്കന്മാര് പണം പിരിക്കുന്നത് പുത്രന്മാരോടോ അന്യരോടോ? പത്രോസ് പറഞ്ഞു ഹല്ലേലൂയ, അന്യരോട്, പുത്രന്മാരോട് കരം പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ പറഞ്ഞു, സകല നീതിയും മനുഷ്യരിൽ ഒരു ഇടർച്ച ഉണ്ടാകാതിരിക്കാൻ നീ എന്ത് ചെയ്യേ? ചൂണ്ടയെടുത്ത് കടലിലോട്ട് പോയിട്ട് ചൂണ്ടയിട്, ആദ്യം കിട്ടുന്ന മീൻ്റെ വാ തുറക്ക്, അതിൻ്റെ വായിൽ ചതുർദ്രഹ്മയുണ്ട്. നിങ്ങൾക്ക് എന്നാ തോന്നിയ ഇപ്പം? മീൻ്റെ വായിൽ ആർക്ക് വേണ്ടിയുള്ളത്? കർത്താവിനും. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 27-ാമത്തെ വാക്യമാണ്. സ്തോത്രം. നമ്മൾ ചിന്തിച്ചത്. സ്തോത്രം. അപ്പോൾ എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ കയ്യിൽ താൻ പോയ പള്ളിയിൽ ദരിദ്രയായൊരു വിധവയുണ്ടായിരുന്നു. ആ വിധവ 2 കാശ് വെള്ളിക്കാശ് കാഴ്ചപ്പെട്ടിൽ അല്ലെ സ്തോത്ര കാഴ്ച ഇട്ടു. യേശുവിൻ്റെ കയ്യിൽ അതുപോലുമില്ലായിരുന്നു അല്ലേ? യേശുവിൻ്റെ കയ്യിൽ പത്രോസ് ഒരിക്കൽ പറഞ്ഞു, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് തരാം. നസറേനായ യേശുവിൻ്റെ നാമത്തിൽ അവനെ പിടിച്ചെഴുന്നേൽപ്പ് തുള്ളിയും ചാടിയും അവരോടൊരുമിച്ച് ദൈവാലയത്തിൽ പോയി. സ്തോത്രം. ഹല്ലേലൂയ. യേശു പത്രോസിന്റെ മുഖത്തേക്ക് നോക്കി, പത്രോസ് യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി. യേശു എന്ത് ചെയ്യുന്നറിയാമോ? പത്രോസിന്റെ ഇരിക്കുന്ന 2 അടി ഡിസ്റ്റൻസിലാണ് ഇവരുടെ കണ്ണുകളുള്ളതെങ്കിലും അക്തിയാലക്കത്തുള്ള കണ്ണ്, സർവസൃഷ്ടാവായിരിക്കുന്ന കർത്താവിന്റെ കണ്ണ് ഗലീല കടലിന്റെ ആഴത്തിലേക്ക് പോയപ്പോൾ ഇതാ വരുന്നു ഹല്ലേലൂയ ഒരു മത്സ്യം. ഹല്ലേലൂയ. എന്താണ് അതിന്റെ വായിൽ ദ്രവം? അതിന് ഇറക്കാൻ പറ്റുന്നില്ല, അതിന് തുപ്പാനും പറ്റുന്നില്ല. സാധാരണ മത്സ്യം തുപ്പാറില്ല, തുപ്പുന്ന മത്സ്യങ്ങളും ഉണ്ട്. ഇതുകൊണ്ട് നടക്കുക. എന്ത്? യഹോവയായി കർത്താവ് ഇവിടെ ഇരുന്നുകൊണ്ട് ആജ്ഞ കൊടുക്കുന്നത് ആ മീനിന്റെ തലച്ചോറിലെത്തി, വിവരമെത്തി. നിങ്ങൾ ഈ തലച്ചോറ് വിവരമെത്തി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കർത്താവിൻ്റെ ശബ്ദം ഈവൻ പുഴുവിന് വരെ മനസ്സിലാകും, പ്രാവിന് മനസ്സിലാകും അല്ലെ, കാക്കയ്ക്ക് മനസ്സിലാകും, ആറ്റിൽ കിടക്കുന്ന മത്സ്യത്തിന് മനസ്സിലാകും, കാട്ടിലെ മൃഗങ്ങൾക്ക് മനസ്സിലാകും. സ്തോത്രം. ആ ഭാഷ പത്രോസിന്റെ അടുക്കിലേക്ക് വന്നു. പത്രോസ് പറഞ്ഞത്, നീ ആദ്യം കിട്ടുന്ന മീനെ എടുക്കുക. ആദ്യം കിട്ടുന്ന മീനെ എടുത്തു. അതിൻ്റെ വാ തുറന്നപ്പോൾ ചതുർദ്രഹ്മ എന്ന് പറഞ്ഞാൽ 2 ദ്രഹ്മ അരശേക്കൽ വെള്ളിക്ക് സമമാണ്. അപ്പോൾ 2 പേർക്കുള്ളത് 2 2 4 ദ്രഹ്മ കൂടുന്നത് മത്സ്യത്തിൻ്റെ വായിൽ. എന്തിന്? യേശുവിന് വേണ്ടിയും പത്രോസിന് വേണ്ടിയും
പ്രൈസലോ. ഇത് ദൈവാലയത്തിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിയും പുരോഹിതന്മാരുടെ സന്ധാരണ മാർഗത്തിന് വേണ്ടിയും ഉള്ളതാണ് ഈ പണശേഖരണം. സ്തോത്രം, ഹല്ലേലൂയ. അവിടെ കൊടുക്കുവാനിടയായി തീർന്നു. അല്ല, ഞാൻ ഈ സിനോപ്റ്റിക് ഗോസ്പൽ പഠിപ്പിക്കുന്ന അവസരത്തിൽ ഒരു സഹോദരനോട് ചോദിച്ചു, സാറേ ആ മീനെ പത്രോസ് എന്ത് ചെയ്ത് കാണും? നല്ല ചോദ്യമല്ലേ? ഞാൻ ഇങ്ങനെ ഒന്ന് നോക്കിയപ്പോൾ വേണ്ട സാർ മറുപടി പറയണ്ട. അവനോട് പിന്നെ പറഞ്ഞ്, നീ ലഞ്ച് കഴിഞ്ഞിട്ട് ഓഫീസിലും അവനെ ഇരുത്തി കാര്യം പറഞ്ഞു. ക്ലാസ്സിൽ എന്നോട് പറഞ്ഞ സമയം പോവും. ഞാൻ പറഞ്ഞത് പത്രോസ് ആ മീൻ എൻ്റെ ചിന്തയിൽ വന്ന ഒരു വിഷയം. പിന്നെ ഒരു കാലം കഴിഞ്ഞിട്ടേ ഈ പത്രോസും മീൻപിടുത്തമായിട്ട് ഒത്തിരി ബന്ധമുള്ളതാ അല്ലേ? പത്രോസും മീനുമായിട്ട് കുറേ ബന്ധങ്ങളുണ്ട്. ഒരു വർഷത്തിന് ശേഷം, ഒരു 1.5 വർഷത്തിന് ശേഷം വീണ്ടും പത്രോസ് ഒരു വല വീശാൻ പോയി അല്ലേ? അന്ന് 153 വലിയ മീൻ കിട്ടിയപ്പോൾ അന്ന് ചതുർദ്രഹ്മ എടുത്തു വിട്ട മീനും വലയിലുണ്ടായിരുന്നു 153 കൂട്ട്. എൻ്റെ ചിന്തയാണ്. ഉപദേശി എവിടെ വാക്യം എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, എൻ്റെ ചിന്തയാണ്. ഈ മീൻ പത്രോസിൻ്റെ നേരെ നോക്കി വെച്ചൊരു നോട്ടവും. പത്രോസിന് മീനിൻ്റെ ഭാഷ അറിയാം, മുക്കുവന്മാർക്ക് മീനിൻ്റെ ഭാഷ അറിയാം. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന കന്നാലിയുടെ ഭാഷ നമുക്കറിയത്തില്ലേ? നമ്മളെവിടെയെങ്കിലും പോയിച്ച് വരുമ്പോൾ അത് കരഞ്ഞാൽ പറയും, ഓ മോന് പുല്ലാരും തന്നില്ലേടാ, കാടി തന്നില്ലേടാ, വെള്ളം തന്നില്ലേടാ, വിശക്കുന്നോട്. ഇവിടെ അപ്പച്ചന്മാരോ അമ്മച്ചിമാരൊക്കെ ഉണ്ട്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് അവരുടെ കരച്ചിലിനകത്തെ സ്വരം അവർക്ക് മനസ്സിലാകും. ഈ മീൻ പത്രോസിൻ്റെ മുഖത്തേക്ക് നോക്കിയൊരു നോട്ടം ചോദിച്ചു, നീ ഇന്നും ശരിയായിട്ടില്ലേ? ഇന്നും ശരിയായിട്ടില്ലേ? ഇത് നിർത്താനായില്ലേ എന്നർത്ഥം. ആ ചോദ്യം കേട്ടായിരിക്കാം പത്രോസ് ഹല്ലേലൂയ കർത്താവിൻ്റെ പാദത്തിലേക്ക് കടന്നു വന്നത്. സ്തോത്രം. ഒരു മുക്കുവന് ശിഷ്യനാകാം, ഒരു ശിഷ്യന് മുക്കുവനാകാൻ കഴിയത്തില്ല. സ്തോത്രം. നിനക്ക് വേണ്ടത് മത്സ്യത്തിൻ്റെ വായിൽ. ആമേൻ. കൊരിന്ത്യ ലേഖനം 2 കൊരിന്ത്യർ 8:9 നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ അറിയുന്നുവല്ലോ. സ്തോത്രം. അടുത്തത് ദൈവം കൊടുത്തത്. ഹല്ലേലൂയ. സങ്കീർത്തനം 8:2 വാക്യം, അത് മത്തായി 21:16 നമ്മൾ വായിക്കുന്നു. ശിശുക്കളുടെ വായിൽ സ്തുതിയും ബലവും പുകഴ്ചയും കൊടുത്തിരിക്കുന്നു. സ്തോത്രം. എന്തിനു വേണ്ടി? ദൈവത്തെ സ്തുതിപ്പാൻ. നിങ്ങൾ മിണ്ടാതിരുന്നാൽ ഈ കല്ലുകൾ ആർക്കുമെന്ന് പറഞ്ഞ കർത്താവ് ശിശുക്കളുടെ വായിൽ. സ്തോത്രം. ഇന്ന് പകൽക്കാലത്തെ ആരാധനയിൽ നമ്മുടെ വായിൽ പുതിയൊരു പാട്ട് തന്നിരിക്കുന്നു. കഴുതയുടെ വായിൽ ബിലയാമിന് അറിയാകുന്ന ഭാഷ കൊടുത്തിരിക്കുന്നു. സ്തോത്രം. രാജാക്കന്മാരുടെ പുസ്തകം ചിന്തിച്ചു. കാക്കയുടെ വായിൽ ഏലിയാവിന് സന്ധാരണ മാർഗമായി, ഉപജീവന മാർഗമായി അവന്റെ വിശപ്പിനുള്ളത് കാക്കയുടെ വായിൽ കൊടുത്തിരിക്കുന്നു. സ്തോത്രം. മത്സ്യത്തിന്റെ വായിൽ യേശുവിനും ശിഷ്യനും പത്രോസിനും കെട്ടേണ്ടതായിരിക്കുന്ന കരം അവൻ്റെതായിരിക്കുന്ന മത്സ്യത്തിന്റെ വായിൽ കൊടുത്തിരിക്കുന്നു. ശിശുക്കളുടെ വായിൽ ഹല്ലേലൂയ ദൈവത്തെ സ്തുതിക്കുവാനുള്ള സ്തുതിയും മഹത്വവും കൊടുത്തിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ അവിടെ നിർത്തട്ടെ. ദൈവത്തിന്റെ കൃപകൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ മക്കൾ തന്നിരിക്കും നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും വേണ്ടി മാത്രമുള്ളതല്ല, അത് മറ്റനേകർക്കൂടെ ചെല്ലുവാൻ, മറ്റനേകർക്കും കൂടെ ഷെയർ ചെയ്യുവാൻ, മറ്റനേക സ്ഥലങ്ങളിലേക്ക് ചെല്ലുവാൻ. ഹല്ലേലൂയ. ഈ ഗലീല കണ്ട തീരത്ത് അനേകരും ചൂണ്ട പിടിച്ചുകൊണ്ട് ഇരിപ്പുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ആ മീനിൽ ലക്ഷ്യം തെറ്റിയില്ല. പത്രോസിന്റെ ചൂണ്ടയിൽ തന്നെ പോയി കൊത്തുവാൻ സ്വർഗത്തിലെ ദൈവം ആ മത്സ്യത്തെ നിയന്ത്രിച്ചു കൊണ്ടിരുന്നു, ഗൈഡ് ചെയ്തുകൊണ്ടിരുന്നു. ഇന്ന് പകൽക്കാലം ഒരു നന്മയും മുടക്കാത്ത നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഇന്ന് പകൽക്കാലത്തെ ആരാധനയിൽ നമ്മോട് കൂടെയുണ്ട്. കഴിഞ്ഞ വെള്ളി ശനി രാത്രി പകലുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന വിഷയങ്ങൾക്ക് ഈ നാടുകളിൽ മറുപടി പ്രാപിക്കുന്ന ദിനങ്ങളായി മാറട്ടെ. ദൈവം നമുക്ക് തരുന്ന നന്മകൾ അനുഭവിപ്പാൻ, ദൈവം നമുക്ക് കൃപകൾ പ്രാപിക്കുന്ന
ദിനങ്ങളായി മാറട്ടെ. ഹല്ലേലൂയ. നമ്മുടെ വായിൽ നമ്മുടെ പക്കൽ എന്താണോ ദൈവം തന്നിരിക്കുന്നത് അതിനനുസരിച്ച് അതിനെ വിനിയോഗിപ്പാൻ, അതനുസരിച്ച് അതിനെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഉപയോഗിപ്പാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. തക്ക സമയത്ത് പറയുന്ന വാക്ക് വെള്ളിത്താലത്തിൽ പൊന്നാരങ്ങ പോലെ. ഹല്ലേലൂയ. നമ്മുടെ വാക്കിന്റെ മേലുള്ള അധികാരങ്ങൾ മറ്റുള്ളവർക്ക് ആശ്വാസമായി, സമാധാനമായി, ദൈവനാമത്തിന് മഹത്വമായി തീരുവാൻ ദൈവമായ കർത്താവേ അടിയനെയും അടിയന്റെ നാവിനെയും ഹല്ലേലൂയ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കേട്ടതുപോലെ സ്തോത്രം നിന്റെ നാമത്തിന് മഹത്വമായി ഉപയോഗിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് മുമ്പോട്ട് പോകാം. ദൈവം നമ്മെ നിശ്ചയമായി അനുഗ്രഹിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവവചനം പങ്കുവെക്കുവാൻ അവസരം തന്ന ദൈവദാസരോട് സഭയോട് നന്ദി പറയുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഓർക്കണമേ. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു. Shall we all close our eyes in the presence of God for a moment? This afternoon time that we are coming to the presence of God. Let's thank God for everything that God has given us. Let's thank God for speaking to us this morning very clearly about that the Lord has put a new song in my mouth. Let's meditate that word and let's surrender our life in the presence of God.